പുതുപുത്തൻ ചിരിക്കാഴ്ചകളുടെ വർണ്ണ വിരുന്നൊരുക്കിയത് ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോയുടെ ചിരി സാന്നിധ്യവും എല്ലാമായ രമേശ് പിഷാരടെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം രമേശ് ഏട്ടൻ. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. എ ഗുഡ് ലാഫ് ഈസ് ആൻ ഇൻസ്റ്റന്റ് വെക്കേഷൻ എന്ന് പറയും. അതായത് നല്ലൊരു ചിരി ഒരു ടൂർ പോകുന്നതിന് തുല്യമാണ്. അത്തരത്തിൽ ഒരുപാട് ചിരി ഇഷ്ടപ്പെടുന്ന ആളുകളെ ചിരിയുടെ യാത്രകൾ കൂട്ടിക്കൊണ്ടുപോയ ഒരു പരിപാടിയാണ് ഫൺസ് അപ്പോൺ എ ടൈം. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ പുതിയ എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത് അത്തരത്തിൽ ഒരുപാട് പേരെ ചിരിയുടെ യാത്രകൾ കൊണ്ടുപോയ ഒരു മികച്ച പ്രതിഭ, മികച്ച അഭിനേതാവ്. വേദികളിൽ നിന്നെത്തി സിനിമയിലെത്തി, പിന്നീട് അങ്ങോട്ട് അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. ചില കലാകാരന്മാരുടെയൊക്കെ പ്രകടനങ്ങൾ കാലം കഴിയുമ്പോൾ നമ്മൾ ചിരിക്കാത്ത പ്രകടനങ്ങളായി മാറും. ഇന്നും ഏത് ഹാസ്യരംഗങ്ങൾ കണ്ടാലും നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന ഒരുപാട് നല്ല നർമ്മ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മലയാളിയുടെ ആ പ്രിയപ്പെട്ട താരം ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹരിശ്രീ അശോകൻ. നമസ്കാരം. നമസ്കാരം. അശോകൻ എന്ന് വെച്ചാൽ ശരിക്ക് ശോകമില്ലാത്തവൻ എന്നാണ് അർത്ഥം, ദുഃഖമില്ലാത്ത ഒരാള്. അശോകൻ ചേട്ടനെ കാണുമ്പോഴൊക്കെ എപ്പോഴും എനിക്ക് അങ്ങനെ സ്റ്റേജിന്റെ ബാക്കുകളിൽ അല്ലെങ്കിൽ ചില സിനിമാ ലൊക്കേഷനുകളിലൊക്കെ കാണുമ്പം ഒരു സൗഹൃദ സംഘത്തിൽ ചെന്നിരുന്നാൽ അവിടെ ഒരു ചെറിയ നർമ്മം വിളമ്പുന്ന ഒരാളാണ് അശോകൻ ചേട്ടൻ. പൊതുവെ ഹാസ്യകാരന്മാരെല്ലാം ഒരല്പം ഗൗരവമുള്ളവരാണ്, ഗൗരവം വേണ്ട സ്ഥലങ്ങളിൽ. ഞാൻ പറഞ്ഞത് സൗഹൃദ സദസ്സുകളിൽ എത്തുമ്പോൾ ഒരു ചെറിയ നർമ്മം വിളമ്പുന്ന ഒരാളാണ് അശോകൻ ചേട്ടൻ. അശോകൻ ചേട്ടന്റെ അത്തരത്തിലുള്ള അശോകൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെക്കുറിച്ച് കൗണ്ടർ പറഞ്ഞു. ഇപ്പോൾ അത് നമ്മളെ മിമിക്രിക്കാരുടെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് തിരിച്ചു പറയുന്നൊരു സ്വഭാവം അത് പണ്ട് തുടങ്ങി ഉള്ളതാണ് എല്ലാവർക്കും. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ മകൻ എപ്പോഴും എൻ്റെ മകൻ പറയുന്ന പല തമാശകളുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ ഇങ്ങോട്ട് ഒരു പ്രോഗ്രാമിന് പോന്നപ്പോൾ, ഇവിടെ അല്ല വേറെ പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അച്ഛൻ അവിടെ ഇത് ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടാന്ന് പറയും. അതെപ്പോഴും പറയാറുണ്ട്. വൈഫിനോട് പറയും, എൻ്റെ വൈഫിനോട് പറയും. എൻ്റെ അമ്മ അച്ഛൻ എപ്പോൾ പോയി ഭയങ്കര സീരിയസ് ആണ് ഫേസ്. അപ്പോൾ വൈഫിനോട് അവിടെ ചെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. അപ്പോൾ ഒരിക്കൽ മോനോട് ഞാൻ എങ്ങനെ ചിരിക്കണമെന്നാണ് ഈ പറയുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ കണ്ട ചിരിച്ചുകൊണ്ടിരിക്കണം, അതുപോലെ ചിരിക്കണം. ഞാൻ പറയാം, എൻ്റെ പൊന്നുമോനെ അതെൻ്റെ അവസാനത്തെ ചിരിയായിരുന്നടാ. ഒരിക്കലുമില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ചേർന്നതിന് ശേഷം, പ്രീതി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും, അതായത് ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നതും ടെലിഫിലിമിൽ അഭിനയിക്കുന്നതും വിദേശങ്ങളിൽ പോകുന്നതും ഇത്രയും രാജ്യങ്ങളിൽ പോയി സിനിമയിൽ വന്നതും ഇത്രയൊക്കെ ഞാൻ സമ്പാദിച്ചതും, എന്ത് സമ്പാദിച്ചു, എല്ലാവരും മനസ്സിലൊരു സ്ഥാനം, അതൊക്കെ എൻ്റെ ഭാര്യ വന്നതിന് ശേഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തമാശ പരിപാടി കാണുമ്പോഴോ തമാശ നടക്കുമ്പോഴോ തമാശ സിനിമ കാണുമ്പോഴോ ഒക്കെ ചിരി വരുന്നതിന്റെ ഒരു 10 ഇരട്ടി ചിരി എന്തെങ്കിലും സീരിയസ് ആയിട്ട് നടക്കുമ്പോൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇടയിൽ പോയി നിന്ന് അപ്പൊ തൊട്ട് എൻ്റെ ചിരി ഉണ്ടാവും. പണ്ട് ഈ സ്കൂളിൽ 1 മിനിറ്റ് മൗനപ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. ഈ മൗനപ്രാർത്ഥനയൊക്കെ എണീക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരുത്തനുണ്ട്, എൻ്റെ തമാശയൊക്കെ കേട്ട് ചിരിക്കുന്നവനാ. അപ്പോൾ അവന് ചിരി വിടും. ഞാൻ ഈ മൗനപ്രാർത്ഥന ഇങ്ങനെ കണ്ണടച്ചേക്കും. അതിൽ ജനഗണമന നടക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഞാൻ പറയുന്നത് ഒരു ഒച്ച ഉണ്ടാക്കിയാൽ ഇവൻ കിടന്ന് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിരിപ്പിക്കുന്ന അനീഫിക്ക് അങ്ങനെയല്ലേ? കൊച്ചിനീഫ നമ്മുടെ വളരെ അടുത്ത എന്ന് പറഞ്ഞാൽ ഇത്രയും ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ചെറിയൊരു തമാശ കിട്ടിയാൽ മതി അനീഫിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കും. കാരണം അത് ആസ്വാദനം ഭയങ്കരമാണ് അനീഫിക്കയുടെ തന്നെ കുറേ തമാശകളുണ്ട്. അനീഫിക്ക് നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് ഷോട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റ് പോകും ഷോട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എടാ എൻ്റെ ഫോൺ അവിടെ വെച്ചെന്ന് അറിയടാ, ഒന്ന് നോക്കടാന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കും. ആ നമ്പറിലേക്ക് വിളിച്ച് ചെയ്യുമ്പോൾ അത് അവിടെ ഇരുന്ന് ബെല്ലടിക്കണ്ടാവും. നമ്മൾ അതെടുത്തുണ്ട്, ഇത് എനിക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ പുള്ളീനെ തിരിച്ചു വിളിക്കും. ഹലോ, നീ എന്നെ വിളിച്ചിരുന്നാടാ? കാരണം നമ്മൾ ഈ ഫോൺ എവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചതാ. പുള്ളിക്ക് അതൊക്കെ ഭയങ്കര കുറേ തമാശ ഉണ്ട് അനീഫിക്ക്. അപ്പം തമാശ ആസ്വദിക്കുക എന്ന് തന്നെ ഭയങ്കര കഴിവാണ്. അതിനെ ചിരിച്ച് വേണമെന്നില്ല, നമ്മൾ ഉള്ളിൽ ആസ്വദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് അങ്ങോട്ടിരിക്കാം. രസകരമായ ഒരു സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു വിസ്മയ ഫ്രം അങ്കമാലി.
അങ്ങനെ വീണ്ടും ഫൺസിന്റെ വേദിയിൽ ഒരു ജൂനിയർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എത്തിയിരിക്കുകയാണ്. അശോകേട്ടാ. വിസ്മയ അല്ലേ? വിസ്മയ. എവിടെ മോളെ വീട്? അങ്കമാലി. അങ്കമാലിയിലാണ്. ഏതിലാ പഠിക്കുന്നത്? 6th. വിസ്മയ, ഇത് നമ്മളൊരു ചെറിയ കിരീടം വെച്ചേക്കുന്നതാണോ അതോ ഹെയർ ബാൻഡിലുള്ളതാണോ ഈ തിളക്കമൊക്കെ? ഹെയർ ബാൻഡിലുള്ളതാ. ആണോ? ഇത് എവിടുന്ന് മേടിച്ച ഹെയർ ബാൻഡാ? അറിയില്ല. ആരാ മേടിച്ചു തന്നെ? അമ്മ. അപ്പൊ അമ്മയാണോ സെലക്ട് ചെയ്തിരുന്നത് ഉടുപ്പും ഹെയർ ബാൻഡും ഒക്കെ? അതോ വിസ്മയ കൂട്ടത്തിൽ പോയിട്ട് എനിക്ക് എന്നത് വേണം എന്നൊക്കെ പറയുമോ? ഞാൻ പറയും. അപ്പൊ ഇത് മാത്രം എവിടുന്നാന്ന് അറിയത്തില്ലേ? അപ്പൊ അമ്മ മേടിച്ചു തന്നാണോ കാണാത്ത സ്ഥലത്തുനിന്ന്? കുറച്ചു നാളായി വാങ്ങിച്ചിട്ട്, അപ്പൊ ഓർമ്മയില്ല. അത്ര നാളായിട്ട് ഓർമ്മയില്ലാത്ത പ്രായത്തിലേ മേടിച്ചു തന്നാണ് ഈ ഹെയർ ബാൻഡൊക്കെ കേട്ടാ. ഗംഭീര ഹെയർ ബാൻഡാണ്. അപ്പൊ അതിനകത്തുനിന്ന് ഇങ്ങനെ തലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വെച്ച് നല്ല കുറച്ച് കോമഡികളൊക്കെ കേട്ടാ. ഗംഭീരാവും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഞാൻ വിസ്മയ. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എന്നോട് പറയാൻ പോകുന്നത് ആരോഗ്യത്തെ കുറിച്ചാ. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ. നമ്മളെല്ലാവരും ആരോഗ്യത്തെ വളരെയധികം സ്നേഹിക്കുന്നവരാ. ശരിയാണ്, ഞാനും ആരോഗ്യത്തെ വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ജിമ്മായിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടി ആയിട്ടും ഒക്കെ ഇരിക്കാൻ കാരണം. ഒരു ദിവസം ക്ലാസ്സിലെ ടീച്ചർ 9th ടേബിൾ ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും 9th ടേബിളിൽ വീക്ക് ആയതുകൊണ്ട് ടീച്ചർ ഒരു ഓഫർ ചെയ്തു. 9th ടേബിൾ ഉറക്കളച്ചിട്ടാണേലും പഠിച്ചിട്ട് വന്നവർക്ക് ഒരു ചോക്ലേറ്റ്. എല്ലാവരും പഠിച്ചു, ഞാൻ മാത്രം പഠിച്ചില്ല. കാരണം എന്താണെന്നറിയോ? ഒരു ദിവസം ഒരു മനുഷ്യൻ 6 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങിയില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നറിയാലോ. നമ്മുടെ രക്തയോട്ടം നിലയ്ക്കും. പിന്നെ ടീച്ചർ ഓഫർ ചെയ്തതോ ചോക്ലേറ്റ്. ആ ചോക്ലേറ്റ് കഴിച്ച് എവിടെയോ ഇരിക്കാൻ കീടാണൂനൊക്കെ നമ്മുടെ പല്ലേക്ക് വിളിച്ചെടുത്തേണ്ട ആവശ്യം തൽക്കാലം നമുക്കില്ലല്ലോ. ഈ വിഷയം എൻ്റെ വീട്ടിൽ ചർച്ചയായി. എൻ്റെ അമ്മ ഡൈനിങ് ടേബിളിന്റെ നടുക്കൊക്കെ വലിയ കാര്യത്തിൽ കയറി വന്നിരുന്നിട്ട് എന്നോട് ചോദിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചിന് അച്ഛനോട് ചോദിക്കാറുന്നില്ലേന്ന്. അപ്പൊ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായ ചപ്പാത്തിയും ചിക്കൻ കറിയും നീക്കി വെച്ച് അച്ഛൻ നിസ്സഹായ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ആ ദിവസം ബെഡ്റൂമിലേക്ക് ഉറങ്ങാനായിട്ട് അമ്മേനെ പോലും കണ്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ 9th ടേബിൾ ഇത്തിരി പ്രശ്നക്കാരനാണെന്ന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല മഹത്വത്തികളുടെ അടുത്ത് 9x9 എന്ന് വെച്ചാൽ പലരും മുട്ടുവേദനയാന്ന് പറഞ്ഞ് എണീറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അപ്പൂപ്പൻ്റെ കാര്യമാണ്. എൻ്റെ അപ്പൂപ്പൻ വളരെയധികം ഹെൽത്തിനെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പൂപ്പന് കായൽ മീനായിരുന്നു കൂടുതൽ ഇഷ്ടം. കായലിന്റെ അരികത്ത് വീട് വെച്ച് താമസിക്കായിരുന്നു. ഒരു ദിവസം ഒന്ന് ചെറുതായി KCBനെ പറ്റിച്ച് കറണ്ട് ഇട്ട് മീൻ പിടിക്കാൻ ശ്രമിച്ച. പിന്നെ അപ്പൂപ്പനെ കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല. 3 ദിവസം കറണ്ട് അടിച്ച് വെള്ളത്തിൽ കിടന്ന മുതലിനെ പിന്നെ കുളിപ്പിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും കറണ്ടിനെ പേടിയാ. പക്ഷെ എൻ്റെ അച്ഛനൊഴിച്ച്. എൻ്റെ അച്ഛനെ കറണ്ടിനോട് പ്രണയ. എൻ്റെ അമ്മ ഒരാഴ്ച പണങ്ങി വീട്ടിൽ പോയെന്നാലും അച്ഛൻ വിളിക്കില്ല. പക്ഷെ കറണ്ട് പോയി 1 മിനിറ്റ് കഴിഞ്ഞ് അച്ഛൻ KCBയിലേക്ക് വിളിക്കും. എന്താ കാര്യം, എന്ത് പറ്റി? ഇത് കേട്ടാ തോന്നും പുള്ളിയുടെ ഫസ്റ്റ് ലവർ പിണങ്ങി പോയിട്ട് വിളിക്കണതാണെന്ന്. സത്യം പറയാലോ അങ്കളെ, എനിക്കും ഉണ്ട് പ്രണയം. നിങ്ങൾ വിചാരിക്കും ഈ ചെറിയ പ്രായത്തിൽ ഈ കൊച്ചിനവിടുന്നാണോ പ്രണയം എന്ന്. എനിക്ക് കരണിനോട് പ്രണയമാണ്, എന്നാ അസൂയാണ്. ഞാൻ ഒരു ബുള്ളറ്റ് ലവറാ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴത്തെ ട്രെൻഡ് ബുള്ളറ്റും കട്ടത്താടി ആണല്ലോ. കട്ടത്താടി ഞാൻ ഉപേക്ഷിച്ചു. കാരണം ഈ പ്രായത്തിലും ഒരു പൊടിവീശ പോലും കേൾക്കാത്ത എൻ്റെ അച്ഛനൊരു ഈഗോ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ബുള്ളറ്റ് ഞാൻ വിട്ടിട്ടില്ല. എനിക്ക് ബുള്ളറ്റ് ഈ ലോകം മൊത്തം ചുറ്റണമെന്ന ആഗ്രഹം. പക്ഷെ നമുക്ക് ബുള്ളറ്റ് ഈ ലോകം മൊത്തം ചുരുങ്ങി നമുക്ക് നമ്മുടെ ലൈഫ് വേണം. ആ ലൈഫില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ 10th ക്ലാസ് തോറ്റു. 10th ക്ലാസ് തോറ്റപ്പോൾ എല്ലാവരും കൂടെ നിർബന്ധിച്ച് മണ്ടൻ പരീക്ഷ എഴുതിപ്പിച്ചു. മണ്ടൻ പരീക്ഷ ജയിച്ചപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും കൂടെ തിരുത്തി പറയാ, ഓ ഈ ചെറുക്കന് വല്ല 10th ക്ലാസ്സും തോറ്റിരുന്നെങ്കിൽ വല്ല മത്തൂറിന്റെ പണിക്കെങ്കിലും പോവായിരുന്നെന്ന്. പക്ഷെ അച്ഛൻ മത്തൂർ എഴുതിയതാ. അച്ഛൻ തോറ്റുപോയത് സൈക്കിൾ ടെസ്റ്റിലാ. എൻ്റെ അച്ഛന് ഇതുവരെ മനസ്സിലായിട്ടില്ല KCB എന്തിനാ സൈക്കിൾ ടെസ്റ്റ് നടത്തണേന്ന്. ശരിയാ, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല KCB എന്തിനാ സൈക്കിൾ ടെസ്റ്റ് നടത്തണേന്ന്. ഞാൻ ഇതുവരെ ഒരു KCB മാമന്മാരും സൈക്കിൾ ഓട്ടിയൊന്നും അവിടെ ബില്ല് വെച്ചിട്ട് പോകുന്നത് കണ്ടിട്ടില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ അവരുടെ ആരോഗ്യം കംപ്ലൈൻ്റ് ആവുമെന്ന് ഓർത്തിട്ടായിരിക്കും, ചിലപ്പോൾ വണ്ണം കുറയുന്ന ഓർത്തിട്ടായിരിക്കും. എൻ്റെ അച്ഛൻ ഇപ്പം ഈ ഫ്ലോറിലുണ്ടായിരുന്നെങ്കിൽ 2 കൗണ്ടർ അത് എന്തായാലും അച്ഛന്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ആന എപ്പോഴും വെജിറ്റബിൾസ് അല്ലേ കഴിക്കണേ, എന്നിട്ട് ആനയുടെ വണ്ണം കുറയാത്ത എന്താ? പിന്നെ നീന്തിയ വണ്ണം കുറയെന്ന് പറയുന്നത്, തിമിംഗലത്തിന്റെ വണ്ണം എന്താ കുറയാത്ത? ഒരുപക്ഷെ ഈ കൗണ്ടർ ചളയായി മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടിച്ചിരിക്കാനായിട്ട് ഞാൻ ഒരു കൗണ്ടർ പറഞ്ഞുതരാം. ഞാൻ ഈ പരിപാടിയിൽ കൗണ്ടർ പറയാനായിട്ട് അങ്ങ് തമിഴ്നാട് കൗണ്ടറിന്റെ വീട് വരെ പോയി. ഈ കൗണ്ടർ ഫ്രഷ് ആയി തോന്നുകയാണെങ്കിൽ എല്ലാവരും ഫ്രഷ് ഫുഡ് മാത്രം കഴിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുക. നമുക്ക് മറ്റൊരു ഫ്രഷ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.
നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. വെരി നൈസ് ഡിയർ. നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. അശോക് ചേട്ടാ, നന്നായിരുന്നു മോളെ. നല്ല എനർജി ഉണ്ടായി പറഞ്ഞതിന്. ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റി പറഞ്ഞ കാര്യം. കുറച്ചുള്ളെങ്കിലും ആ പ്രസന്റേഷൻ സ്റ്റൈല് എല്ലാവരും ഒന്ന് ആകർഷിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല താങ്ക് യു അങ്കിൾ. വളരെ രസമായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിസ്മയൊക്കെ ആരാണ് ഈ തമാശകളൊക്കെ പറഞ്ഞു തരുന്ന ആള്? അച്ഛൻ ഇലക്ട്രീഷ്യനാണ്. അപ്പൊ അച്ഛന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ കുറച്ച് ഒരു എല്ലാം നല്ലതാണെങ്കിലും ഞാൻ നന്നാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ കുറച്ച് കാണാപ്പാടം പഠിച്ച് പറയുന്ന ഫീലുണ്ട്. തമാശ പറയുമ്പോൾ നമ്മൾ പഠിച്ചു പറയുന്ന പോലെ തോന്നരുത്. കാര്യം എല്ലാവരും പഠിച്ചിട്ടൊക്കെയാ പറയുന്നത്. എന്നാലും അങ്ങനെ പഠിച്ചതായിട്ടൊരു ഫീൽ ഇല്ലാതിരുന്ന നല്ല രസമായിരിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു ദ സ്വീറ്റ് ലിറ്റിൽ അർഷിത ഫ്രം തൃശൂർ. അർഷിത, ഹലോ അർഷിത. ഹലോ. മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 4ാം ക്ലാസ്സില്. എവിടുന്നാ വരുന്നേ? തൃശ്ശൂര്. തൃശ്ശൂരിന്ന്. ആരൊക്കെയാ കൂടെ വന്നിട്ടുള്ളേ? ഉമ്മയും ഉണ്ണിയും. ഉമ്മയും ഉണ്ണിയും. ആ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വാപ്പിയും ഉമ്മയും ഞാനും ഉണ്ണിയും പിന്നെ വെല്ലുമ്മയും വെല്ലുപ്പിയും. ഓക്കെ ഓക്കെ, വലിയ ഫാമിലിയാണ്. ഓക്കെ. ഉണ്ണിക്ക് എന്താ പേര്? അൻഷിത. ഉണ്ണിക്ക് എത്ര വയസ്സായി? 6. 6. 9 വയസ്സല്ലേ വാവയ്ക്ക്? ആ, എങ്ങനെയുണ്ട് എന്റെ മാജിക്? എങ്ങനെയുണ്ട്? നന്നായിരുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് ഒന്ന് മനസ്സിലായത് 9 വയസ്സാന്നുള്ളത്. അറിയില്ല. അതാണ് എനിക്ക് ചെറിയ കഴിവുകളുണ്ട് അശോകൻ ചേട്ടാ. അങ്ങനെ കുറെ കഴിവുണ്ട്, പക്ഷെ എനിക്കറിയില്ലേ. അപ്പൊ ഇത് കഴിയുമ്പോ കുറച്ച് കഴിവൊക്കെ പറയും കേട്ടോ. ആ. ശ്രദ്ധിച്ചോളണം. ആരാ ഈ തമാശ പറയാൻ മോക്ക് പറ്റൂന്ന് പറഞ്ഞേ? ഉമ്മ. ഉമ്മയാണോ പറഞ്ഞേ? ആ. ഉണ്ണി വന്നിട്ടുണ്ടോ? ആ. ഉണ്ണി ഗംഭീരായിട്ട് ചെയ്യൂ കേട്ടോ. ആ. ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ? ആ. ആദ്യമായിട്ടാണോ ചെയ്യുന്നേ? അല്ല, ഫീൽഡിലെത്തിയിട്ട് 20 വർഷമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അർഷിത കുട്ടിയുടെ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കാണാം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഹായ്, ഞാൻ അർഷിത. ഞാൻ തൃശ്ശൂരിന്നാ. ഞാനിവിടെ പറയാൻ വന്നതേ എൻ്റെ അനിയത്തെ കുറിച്ചാ. ഞാൻ അവളെ വിളിക്കുന്നത് കുഞ്ഞുമോളൂന്നാ. അതവൾക്ക് ഇഷ്ടാ. ഞാനും അവളും എന്നും വഴക്കിടും. പക്ഷേ വഴക്കിന് തുടക്കം വെക്കുന്നത് അവളാ. അതിന് കാരണമുണ്ട്. ഞാൻ സ്കൂളിൽ അത്യാവശ്യം പഠിക്കും. എനിക്ക് സമ്മാനം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അപ്പച്ചി വാങ്ങിത്തരും. അത് കാണുന്ന കുഞ്ഞുമോൾക്ക് കുശുമ്പ. അവൾക്കറിയില്ലല്ലോ പഠിച്ചാൽ സമ്മാനം കിട്ടുമെന്ന്. അവൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ നന്നാത് ഇഷ്ടമല്ലല്ലോ. ഒരു ദിവസം വാപ്പച്ചുമ്മച്ചിയും വീട്ടിൽ സർപ്രൈസ് ഒരുക്കി. വാപ്പച്ചി പണി മാറി വരുമ്പോൾ ഒരു വെള്ള കേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ട കുഞ്ഞുമോള് വിചാരിച്ച് അത് എനിക്ക് വാങ്ങി തന്നതാണ്. കുശുമ്പ് മൂത്ത കുഞ്ഞുമോള് എനിക്ക് പണി തരാൻ വേണ്ടി കേക്കിൽ ഉപ്പ് വാരിയിട്ടു. കേക്കും ഉപ്പും വെള്ളയല്ലേ, ആർക്കും ഒന്നും മനസ്സിലാക്കില്ലല്ലോ. ഇതൊന്നും അറിയാത്ത പോലെ കുഞ്ഞുമോള് പോയി കാർട്ടൂൺ കാണാ. പക്ഷെ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വാപ്പച്ചി കുഞ്ഞുമോളെ വിളിച്ചു. എന്താണെന്നറിയോ? കേക്ക് മുറിക്കാനാ. അപ്പോൾ ഓർത്തത് ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേന്ന്. കുഞ്ഞുമോള് കേക്ക് മുറിച്ചു. ക്ഷണിച്ചിട്ട് വന്ന എല്ലാരും കുഞ്ഞുമോളായി കേക്ക് കുത്തി കൊടുത്തു. പാവം കുഞ്ഞുമോള് ഉപ്പിട്ട കേക്ക് കുറേ കഴിച്ചു. ഞാൻ കുഞ്ഞുമോളെ വിഷയിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ കുഞ്ഞോള് ബാത്റൂമിലേക്ക് ഓടിക്കായിരുന്നു. ഓടി വരുന്നു. പിന്നെ നോക്കുമ്പോൾ വെള്ളം കൂടിയോട് വെള്ളം കൂടി. ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുത്ത് കുഞ്ഞുമോളെ വിഷ് ചെയ്തു. അപ്പോഴൊരു കാര്യം ഓർത്തത്. ടീച്ചർ പറഞ്ഞതാ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുമെന്ന്. അത് കുഞ്ഞോളത്തിൽ സത്യമായി. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്. എന്റെ വെല്ലുപ്പേ ഇപ്പൊ ഹോസ്പിറ്റലാ. എന്താണെന്നറിയോ? കേക്ക് കഴിച്ചിട്ടാ. BP കൂടിയെന്നോ പ്രഷർ വന്നെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. വാപ്പച്ചുമ്മച്ചിപ്പോ ഹോസ്പിറ്റലാ. ഇതെല്ലാം അറിയുന്ന ആൾ ഞാനല്ലേ. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളടുത്ത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ബട്ടർ തേക്കാത്ത ബ്രെഡ് രസമില്ലല്ലോ. അതുപോലെ താത്തില്ലെങ്കിൽ ആനയത്തിലൊക്കെ പറയാ. പക്ഷെ ഞാൻ പറയുന്നതേ അനിയത്തില്ലെങ്കിൽ ഞാനുമില്ലാന്നാ. ഞങ്ങളൊരു ദിവസം ഒരു കല്യാണത്തിന് പോയി. ചിന്നു ചേച്ചിന്റെ കല്യാണത്തിന് പോയത്. ചിന്നു ചേച്ചിന്റെ അമ്മാവനെ തമിഴ്നാട്ടിൽ നിന്ന് വന്നത്. അവരുടെ ഭാഷയിൽ കെട്ടിമേളത്തെ ജെട്ടിമേളം ജെട്ടിമേളം ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട കുഞ്ഞുമോളെ ഓടിച്ചെന്ന് അമ്മ അടുത്ത് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നേ. കെട്ടുകഴിഞ്ഞ് ഏതെങ്കിലും തുണിക്കടവിൽ വാങ്ങിക്കോ. ഇത് കേട്ട് എല്ലാരും കുഞ്ഞോൾക്ക് ചിരിച്ചു. സെക്ഷനായപ്പോൾ ചിന്നു ചേച്ചി കുഞ്ഞോളത്ത് പറഞ്ഞു, നിനക്ക് ഒരുപാട് പാട്ടറിയാലോ, ഒരു പാട്ട് പാട്.
കുഞ്ഞുമോളൊരു പാട്ട് പാടി. ഏതറിയോ പാട്ട്? തായ്ലാൻഡ് പാട്ട്. ആ പാട്ട് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആ പാടുന്ന Spotless by na satu by hide the crushing petina by na satu hika who was single blonde nachi ganni he cat a single shakina hi so kalan പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. കുഞ്ഞുമോൾ ഫേമസ് ആയി. ഇപ്പോൾ ഞാനും കുഞ്ഞുമോളും വഴക്കൊന്നും കൂടാറില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി കുറുമ്പ് കൂടിയോന്നൊരു സംശയം. താങ്ക് യു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു. ചേട്ടന്മാരോട് ചോദിക്കാം. അശോക് ഏട്ടാ? നന്നായിരുന്നു മോളെ. താങ്ക് യു. സംഭവങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ആ പറയുന്നതോടൊപ്പം തന്നെയുള്ള റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു. താങ്ക് യു. അത് ഈ പ്രായത്തിൽ അത്രയും നല്ല റിയാക്ഷൻ കാണിക്കാന്ന് പറഞ്ഞാല് അത് ശരിക്കും നീ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നല്ല സ്വരമാണ് മോളുടെ. താങ്ക് യു. ആ പിന്നെ എനിക്ക് ആ മൊത്തത്തിലുള്ള നിപ്പും സ്റ്റൈലും ഡ്രസ്സിങ്ങും എല്ലാം വളരെ ഭംഗിയായിട്ട്, ചിരിയൊക്കെ നല്ല ക്യൂട്ടാണ് മോളുടെ ചിരി. താങ്ക് യു. ഏട്ടാ നന്നായി വരട്ടെ ഏട്ടാ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രമേശ് ഏട്ടാ? ഈ അഭിനയിക്കുമ്പം നമ്മൾ പറയുന്ന വർത്തമാനങ്ങളൊക്കെ സ്വാഭാവികമാവാനും സ്വാഭാവികമെന്ന് തോന്നാനും പൊതുവെ അഭിനേതാക്കൾ അല്ലെ ആളുകൾ ഇതിന്റെ കുറെ വാക്കുകളൊക്കെ വിഴുകും. നീ എവിടെ പോവാ ഇത്രയും ചോദിച്ചാൽ മതി. എഴുതുമ്പോൾ നീ എവിടെ പോകുകയാണ് അല്ലെ പോകുക വരെ എഴുതണം. ഞാൻ പറഞ്ഞത് വാവ പറയുന്നതിനകത്ത് എല്ലാ അക്ഷരങ്ങളും വളരെ വ്യക്തമാണ്. താങ്ക് യു. നമ്മൾ എത്ര സ്വാഭാവികമായിട്ട് പറഞ്ഞാലും സ്റ്റാൻഡപ്പ് കോമഡി പറയുമ്പോൾ കേൾക്കുന്നവനെല്ലാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാകുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഇതിൽ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഹായ് വളരെ മനോഹരമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ചില കാർട്ടൂണിനകത്തൊക്കെ ചില കഥകൾ പറഞ്ഞിട്ടില്ല. അവസാനം നമ്മളെ ഉപദേശിക്കുന്ന ചില കിളികളൊക്കെ വരുമല്ലോ. ഇപ്പോൾ മനസ്സിലായില്ലേ അമ്മ പറഞ്ഞത് അനുസരിക്കാത്തതിന്റെ ദോഷങ്ങൾ എന്നൊക്കെ പറയുന്ന ചില കാർട്ടൂൺ കിളികളൊക്കെ വരുമല്ലേ, അതുപോലത്തെ ഒരു വർത്താനമായിരുന്നു. ശരിക്കും അനിയത്തി ഉപ്പുവാരി ഇട്ടോ കേക്കില്? കഥയാ കള്ളം. അപ്പൊ ഫുൾ മാർക്കും പോയി. കള്ളം പറഞ്ഞ ഫുൾ മാർക്കും കണ്ടോ? എന്താ ചെയ്യണ? ഞാനോർത്ത് സത്യം എന്നോർത്ത് ഫുൾ മാർക്ക് കൊടുക്കാന്ന് ഓർത്തത്. അപ്പോൾ കള്ളം പറഞ്ഞ അനിയത്തി പാവം അനിയത്തി ഉണ്ണി ഇത്രയേ ഉള്ളൂ, 6 വയസ്സുള്ള ഉണ്ണി ഉപ്പ് വാരിയിട്ടു എന്നൊക്കെ പറയാൻ പാടുണ്ടോ? ആ കുറച്ചിട്ടു. കുറച്ചുപ്പിട്ട് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നോ? കുറച്ചിട്ടില്ല. അപ്പൊ ഫുൾ മാർക്ക് കൊടുക്കുക. അപ്പൊ അത് നടന്നിട്ടുണ്ട്. അപ്പൊ മാർക്കുണ്ട് കിട്ടി. കാരണം ഞാനോർത്ത് ഒട്ടും ഇട്ടില്ല എന്നോർത്തു. കുറച്ചിട്ടുണ്ടല്ലേ ഉണ്ണി? ഞാൻ കഥയെന്നോർത്തു. ഇവള് കുറച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. കുറച്ചല്ലേ ഇട്ടുള്ളൂ ഉണ്ണി? ഇല്ല ഒന്നും കുഴപ്പമില്ല. സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു, ഗംഭീരായിട്ടോ മോളെ. സൂപ്പർ 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 അടിപൊളി. നമസ്കാരം. വിശാരടി, അശോകൻ സാർ നമ്മുടെ ഫണ്ട് സപ്പോർട്ട് ടൈമിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. ഞങ്ങൾക്കറിയാം. ദുബായിൽ നിന്ന് എന്റെ അൽബാം വിളിച്ചായിരുന്നു, അനക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അടിപൊളി അഭിപ്രായം. അങ്ങനെ പരിപാടി ചെയ്യുന്നത് നന്നാവാതിരിക്കുവോ? അതെ അതെ അതെ. അപ്പൊ പക്ഷെ കുറച്ച് പേര് കേട്ടോ ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു. പോരായ്മകള് അത് പരിപാടിയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് എപ്പോഴും നല്ല തന്നെയല്ലേ. ഒരു വെറൈറ്റി ഒരു ഐറ്റം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താണ്. ഒരു മാജിക്കും കൂടി നമുക്ക് ഉൾപ്പെടുത്തിയാലോ? കിടിലൊരു മെഗീഷ്യൻ എനിക്ക് വരും. വേണ്ട, മാജിക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആർട്ടാണ്. അതിന് ഒരുപാട് സെറ്റപ്പുകളൊക്കെ വേണം. അതിനുള്ള ഒരു ബഡ്ജറ്റ് നമുക്കൊരു എപ്പിസോഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് അത് വേണ്ട. ഞാൻ സ്പോൺസർ ചെയ്യാം. ഉറപ്പായിട്ടും വേണം. നമ്മളത് ഫിക്സ് ചെയ്യും. നമ്മൾ അൽബാബെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, എന്ത് വേണമെങ്കിലും അടികളെ വിളിച്ചു, ഞാൻ കാശ് അടിച്ചു തരാം. അപ്പൊ എന്തായാലും ഒരു മജീഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. മജീഷ്യൻ എങ്ങനെ പരിചയം? കുട്ടി, അങ്കിൾ പണ്ട് സർക്കസ് കോട്ടയിലായിരുന്നു. നിങ്ങൾ സർക്കസും ഉണ്ടായിരുന്നോ? എന്തൊക്കെ സർക്കസ് കാണിച്ചാണ് ഇന്നത്തെ ഈ ആളായിരിക്കുമെന്ന് അറിയോ? സർക്കസിൽ എന്തൊക്കെ ഐറ്റമാണ് എടുക്കുന്നത്? സർക്കസ് തുടങ്ങുമ്പോൾ തന്നെ കുതിര വരുന്നു, അയച്ച വിടുന്നു, ഞാൻ എടുക്കുന്നു. ഒട്ടകം വരുന്നു, അയച്ച വിടുന്നു, ഞാൻ എടുക്കുന്നു. ആന വരുന്നു, വലിയ അയച്ച വിടുന്നു, കഷ്ടപ്പെട്ടെടുത്തു മാറ്റി. അങ്ങനെ അടിപൊളി ഐറ്റംസ് ഒക്കെ ഞാൻ എടുക്കുന്നു. അപ്പൊ ഈ സർക്കസിൽ ഇങ്ങനത്തെ ഐറ്റം ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് വല്ലതും പറ്റൂലേ? പറ്റാതിരിക്കാനാണല്ലോ ഗ്ലൗസ് ഇടുന്നത്. എന്ത് കാര്യമാണ്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ മജീഷ്യനെ വിളിക്കട്ടെ. മജീഷ്യ
പേടിപ്പിക്കാനല്ലേ വിളിച്ചത്, മാജിക് കാണിക്കാനാ. I am Professor Surendra Chalan. Welcome our magical Wonderla diffusion. എന്ത് സംഭവം? Thank you, thank you, thank you. ഓക്കെ, എന്താ പേരെന്താ? Professor Surendra Chalan. സുരേന്ദ്ര ജാലൻ. Chalan. ചാലൻ, വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്? My first magic. എന്റെ അസിസ്റ്റന്റ് ഈ ടേബിളിൽ നിന്നും ഒരു ഊതി വീർപ്പിച്ച ബലൂൺ ഇങ്ങെടുക്കുന്നു. എടുക്കൂ. 1, 2, 3. ഇനിയാണ് മാജിക്കിന്റെ അത്ഭുതകരമായ ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തരൂ. ഇതിലേക്ക് ചേട്ടൻ കമ്പി കുത്തി കയറ്റും അല്ലേ? ഇങ്ങനെ കമ്പി ഇങ്ങനെ കുത്തി കയറ്റും അല്ലേ? ആ, അത് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് കമ്പ് വിട്ട് കയറണൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ കാണിക്കണല്ലേ, മറ്റേ സെലോട്ടെ പൊട്ടിച്ചിട്ട് കുത്തി കയറണ പരിപാടി. പ്രൊഫസർ സുരേന്ദ്രജാലൻ സ്കൂളിൽ കാണിക്കണമെന്നും വേണ്ട, നല്ല നല്ല കിടിലൻ സാധനം എടുത്തിട്ട് പിടിച്ചു നിൽക്കണ്ടേ? ഓക്കേ. മൈ സെക്കൻഡ് ഐറ്റം. പ്ലീസ് വാച്ച് മീ. എന്നിലേക്ക് മാത്രം നോക്കൂ. Okay. എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ഞാൻ ഒരു പച്ച കമ്പെടുത്ത് അതിന്റെ തുമ്പത്ത് ഒരു ചുവന്ന പൂവുണ്ടാവും. അത് ഞാൻ എന്റെ വിരലിനകത്ത് കയറ്റിട്ട് ഞാൻ ഇതിങ്ങനെ കാണിക്കുമ്പോ ആ ചുമലപ്പൂ കാണാണ്ട് പോവും. അതെ. അതിന്റെ സൈഡിലുള്ള ചെറിയൊരു നോബിങ്ങനെ താത്തുമ്പോ പൂ അതിനകത്തോട്ട് പോകണല്ലേ. ആ, ഇത് എക്സിബിഷന് മേടിക്കാൻ കിട്ടണല്ലേ ഏട്ടാ? സുരേ, ഞാൻ പറഞ്ഞത് ഇത് കാണിക്കാനാണോ? അങ്കിൾ ഉണ്ട്. മറ്റേ മുയലിനെ പ്രാവാക്കി പറത്തണ സാധനമൊക്കെ ഇല്ലേ നിന്റെ കയ്യില്? ഉണ്ടല്ലോ. അസിസ്റ്റന്റ് മൊയിലിനെ എടുക്കൂ. വേഗം എടുക്കും. ഞാൻ ആശാന്റെ മോന്റെ ബർത്ത്ഡേ അല്ലായിരുന്ന? അതെ. കഴിച്ച ചിക്കൻ കറി അല്ല. എന്നേ പിന്നെ ഓഡിയൻസിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു വെച്ച് കൂട്ടിക്കേറ്റിട്ട് നമ്മുടെ വാളറക്കൂല്ലേ, അതവരൊക്കെ അത് കിടലും ഏറ്റവും. അയ്യോ ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അത് വേണ്ട. ഒരു കാര്യം ചെയ്യാം നമുക്ക്. എന്റെ ഒരു വെറൈറ്റി ഒരു ഐറ്റം. നമ്മൾ ഈ ഓഡിയൻസിൽ നിന്ന് 3 പേരെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തും. മൂന്ന് സുന്ദരികളായ സ്ത്രീകൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇന്ന് വരെ മാജിക് ലോകം കാണാത്തൊരു മാജിക് ഈ പ്രൊഫസർ സുരേന്ദ്ര ജാലൻ കാണിച്ചു തരും. അതാ വരുന്ന സ്ത്രീകളുടെ വായല് നമ്മൾ ഒരു സ്പൂൺ വെച്ച് കൊടുക്കും. ആ സ്പൂൺ ഇങ്ങനെ കടിപ്പിച്ച് പിടിച്ചിട്ട് അതിന്റെ ഒരു നാരങ്ങ വെച്ച് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വിസലൂതുമ്പോ അവര് ഇങ്ങനെ ഓടണം. അടിപൊളി മാജിക് ആയിരിക്കും. ഈ ഓണാഘോഷത്തിന് കുടുംബശ്രീ ഒക്കെ നടത്തുന്ന മത്സരമല്ലേ നാരങ്ങ സ്പൂണും? സത്യം. അത് മാജിക്കാണോ? അയ്യോ അത് അതിലുണ്ടോ? അത് ശരി. അതെ, ഒരു കഷ്ണം കയറ് കിട്ടുമോ? അയ്യോ, പരിപാടി പൊളിഞ്ഞെന്ന് പറയും തൂങ്ങിച്ചാകണ്ട. തൂങ്ങിച്ചാവാനല്ല, ഒരു വെറൈറ്റി മാജിക്. ആ ഒരു കഷ്ണം കയറ് കിട്ടുകയാണെങ്കിൽ ആ കയറ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ അത് വടിയാവും. ആ വടി മേടിച്ച് സുരേന്ദ്രൻ തലയാൻ പിടിച്ചു. ഇവിടെ മര്യാദക്കുള്ള സംഭവം കാണിച്ച് കളം പിടിക്കാൻ നോക്കടാ. എന്നൊരു വെറൈറ്റി ചെയ്താലോ? ഞാൻ ഈ വേദിയിൽ വെച്ച് അങ്കിളിന് ഒരു ഗ്ലാസ് പാല് തരും. എന്നിട്ട് ഈ വേദിയിൽ വെച്ച് തന്നെ അങ്കിളിനെ കൊണ്ട് മൂത്രം ഒഴിക്കും. വേണ്ട, പാല് തന്നാ മതി, ഞാൻ പുറത്തുപോയി മൂത്രം ഒഴിക്കണം. എങ്കിൽ ഒരു വെറൈറ്റി ഐറ്റം. വെറൈറ്റി. നിങ്ങളിൽ ആർക്കെങ്കിലും മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് കടന്നു വരാം. ആർക്കാണ് മനസ്സിൽ ധൈര്യമുള്ളത്? ഷാരടി സാറിന് വരാം. ഞങ്ങൾക്ക് ആർക്കുമില്ല, അങ്കിളിനെ വെച്ച് തന്നെ ചെയ്തോണ്ടാ മതി. ശരി, അങ്കിളിന് ധൈര്യം ഉണ്ടോ? ഞാൻ എന്തിനും റെഡി എന്റെ സൂര്യ. അസിസ്റ്റന്റ്, നമ്മളുടെ പണി തുടങ്ങൂ. ഇത് കലങ്ങോട്ടോ. ആ, ഇത് എന്തോ എസ്കേപ്പ് ഐറ്റം ആണ്. ഇതൊക്കെ വലിയ വലിയ മജീഷ്യന്മാര് ചെയ്യുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇല്ല. എന്നെ ചങ്ങളക്കിട്ട് കൂട്ടുവാണ്. ഇത് കിടക്കും, ഞാൻ പറഞ്ഞില്ലേ കിട്ടില്ല സാധനമാ. മനസ്സിലാക്കും. ഞാൻ പറഞ്ഞില്ലേ സംഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അത് കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും കൈയടിക്കും. ഇതൊക്കെ ഉണ്ടായിട്ടാണല്ലേ ചെറുത് കാണിച്ചത്. അടിപൊളി. ഇതൊക്കെയാണ് ആദ്യം കാണിക്കേണ്ടത്. വേണ്ട, അത് മതി. ഇപ്പോൾ അങ്കിൾ പൂർണ്ണമായും ചങ്ങലയിൽ ബന്ധനസ്ഥനാണ്. കൈകാലുകളോ ശരീരമോ അനക്കാൻ സാധിക്കില്ല. വെറും ശ്വാസം മാത്രം വിടാൻ മാത്രമേ അങ്കിളിന് കഴിവുള്ളൂ. ഈ താക്കോലുണ്ടെങ്കിൽ മാത്രമേ അങ്കിളിനെ ഈ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കാനാവൂ. ഇവിടെയാണ് എന്റെ മാജിക്കിന്റെ അത്ഭുത ലോകം. ഇതിന്റെ ഈ ഒരേ ഒരു ഒറിജിനൽ താക്കോൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞാൻ നശിപ്പിക്കുകയാണ്.
ഇപ്പോൾ ആ താക്കോൽ ഞാൻ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇനി ഏത് താക്കോൽ കൊണ്ട് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തും? ഇവിടെയാണ് എന്റെ മാജിക്കിന്റെ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പിഷാരടി, Yes. പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. അശ്വൻ ചേട്ടാ, വെൽക്കം വെൽക്കം പിഷാരടി അവർ ഷോ. എന്റെ ഈ മാജിക്കിൽ സഹകരിക്കാൻ എത്തിയ പിഷാരടിക്ക് സ്വാഗതം. Yes. സ്വാഗതം. അതെ ഇനി അങ്കിളിനെ രക്ഷിക്കാനുള്ള താക്കോൽ അതെ. ഞാൻ എവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടും? എവിടുന്ന് കിട്ടും? ആ? എവിടുന്ന് കിട്ടും? എല്ലാവരുടെയും ചോദ്യം. പിഷാരടിയുടെ വലത്തെ കൈ പാന്റിന്റെ വലത്തെ പോക്കറ്റിൽ ഒന്നിടൂ. ഇടൂ കിട്ടു ഇടൂ. കിട്ടു. ഒരു താക്കോലിൽ സ്പർശിക്കുന്നില്ലേ? ഇല്ലല്ലോ. ശരിക്കിറക്കും. ഇല്ല ഇട്ട് ഒന്നുമില്ല. എന്റെ ഈ പോലത്തെ പോക്കറ്റിലില്ല. മറ്റേ പോക്കറ്റിൽ ഒന്ന് ഇട്ട് നോക്കൂ. ഇല്ല, ഈ പോക്കറ്റ് താക്കോലില്ല. ശരിക്കിറക്കൂ. ഇല്ലെന്നേ, ഉറപ്പല്ലേ? എന്നാ പണിയാടാ സുരേ കാണിച്ചു. വെയിറ്റ് ആൻഡ് സീ. താൻ ഇന്നലെ പിഷാരയുടെ കോസ്റ്റ്യൂമറുടെ കാശ് കൊടുത്ത് ആ താക്കോൽ അവന്റെ പാന്റെ പോക്കറ്റിൽ ഡീസൻ്റ് ആയില്ലേ? എന്നിട്ട് പിന്നെ പിഷാരടി, യെസ്. താങ്കൾ ഇന്ന് ഷൂട്ടിന് ഈ പാന്റല്ലേ ഇടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, നീല ജീൻസ് ആയിരുന്നു ഇടാൻ വെച്ചത്. ഞാൻ നോക്കുമ്പോൾ നീല ജീൻസ് ചായ പറഞ്ഞു. ആ ജീൻസ് മാറ്റി അത് ഭാര്യയ്ക്ക് കഴുകാൻ കൊടുത്തു. കറുത്ത പാൻറ് ഇട്ടുകൊണ്ട് വന്നു. ആ ജീൻസ് എവിടെ പോയി? ആ ജീൻസ് ഇപ്പൊ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകുമായിരിക്കും ഭാര്യ. എങ്കിൽ ആ പാന്റിന്റെ പോക്കറ്റിൽ കാണും ആ താക്കോൽ. അതിപ്പോ ഒഴുകി പോയി കാണും വാഷിംഗ് മെഷീനിൽ നിന്ന്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അസിസ്റ്റന്റ്, കം ഓൺ. എന്നെ തുറന്നുവിടാ, എന്നെ തുറന്നുവിടാ. അങ്കിളിനെ തുറന്നുവിടാൻ ഇനി എന്റെ ആശാന് മാത്രമേ സാധിക്കൂ. ആശാൻ അത്ര വലിയ മാജിക്കാരനാണോ? ഏയ്, വെൽഡിങ് പണിയാ. കൊണ്ടുപോയി അറുത്തിട്ട് വരാം. വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 അടുത്തതായി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയെത്തുന്ന താരം മിമിക്രി കലാകാരനും നമുക്ക് നിരവധി ടെലിവിഷൻ പരിപാടികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ ജനകീയനായ ഹാസ്യകലാകാരനും ഒക്കെയായ ശ്രീ ഉണ്ണി എസ് നായരെയാണ്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉണ്ണിച്ചേട്ടാ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഉണ്ണിച്ചേട്ടനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ. അത് ഈ CD കാസറ്റിന്റെ സമയങ്ങളിൽ, CD ഇറങ്ങുന്ന സമയങ്ങളിൽ ഉണ്ണിച്ചേട്ടനുള്ള കാസറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേജ് ഷോകളിൽ ഞാൻ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. വേദിയിലും വേദിക്ക് പുറത്തുമൊക്കെ ഒരുപാട് നർമ്മം പറയുന്ന, നർമ്മ സംഭാഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന, നർമ്മം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുന്നത്. ഞാൻ ഓസന് കുറെ പരിപാടിക്ക് പിന്നെ വിളിച്ചിട്ടുണ്ട്. കാശ് കൊടുക്കാതെ. ആണല്ലേ? കാശ് കൊടുക്കാതെ. കാശ് കൊടുക്കാതെ വന്ന് ചെയ്തിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. വന്ന് ചെയ്തോ? വന്നു. പിന്നെ അല്ല, തിരിച്ചുകൊണ്ട് എൻ്റെ അന്ന് ഞങ്ങളുടെ വീടിനടുത്തൊരു CD വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കടയുണ്ട്. ഉച്ച സമയത്തൊക്കെ ഞാൻ അവിടെ പോയി ഇരിക്കും. അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ അവിടെ എടുത്തു കൊടുക്കാൻ ഒരു പെങ്കൊച്ച് നിൽപ്പുണ്ട്. അപ്പോൾ വെറുതെ അതിനെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു CD എടുത്ത് തന്നിട്ട് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ CD കൊടുത്തിട്ട് ഈ പുള്ളിക്കാരത്തി ഒരു വല്ലാതെ ചിരിയിരിച്ചു. അത് എനിക്കല്ല ഈ CD തരുന്നത്, ആ കടയുടെ ഓണർ എൻ്റെ സുഹൃത്തായിട്ട് ഞാൻ ആ സുഹൃത്തിനോട് മിണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എടുത്തു കൊടുക്കുന്ന പെങ്കൊച്ച് ഈ CD മറ്റൊരാൾക്ക് കൊടുത്തിട്ട് പെട്ടെന്നൊരു ചിരി ഇരിച്ചു. അപ്പോൾ ഞാൻ ഈ ചിരി കണ്ടു. ഞാൻ ഈ ചിരി കണ്ട ശേഷം ഞാൻ പതുക്കെ ആ പെങ്കൊച്ചിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ CD എടുത്തു കൊടുത്തപ്പോൾ ചിരിച്ചത്? ഈ പെണ്ണ് പറഞ്ഞു, അന്ന് ആ CD-യിൽ ഇവരൊരു സുരേഷ് ചേട്ടൻ്റെ ഒരു പാട്ട് കാണിക്കും. അതിൽ മലരമ്പൻ തഴുകുന്ന കിളിമകളെ കൈറ്റ് കാണിക്കുമ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ പാവാട്ട് വരി പോകും. ആ സീൻ ഓർത്തിട്ടാണ് ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് എങ്ങനെ ഉണ്ടായതാണ് ഉണ്ണിച്ചേട്ടാ? ആ സീൻ നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്? വളരെ ഹിറ്റായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞാനും ടിനി ടോമും കൂടി ചെയ്തൊരു സംഭവം. അതിൽ ഒരു വലിയ അബദ്ധവും നമുക്ക് പറ്റി. തൃശ്ശൂര് നടത്തറ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തില് പ്രോഗ്രാമിന് പോകുവാണ്. അപ്പൊ ഞാൻ അവിടെ എന്തോ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ടൈറ്റ്സ് ഇടും, കാരണം ഈ പാവാട അഴിഞ്ഞു പോവാണല്ലോ. അതിടാൻ ഞാൻ മറന്നുപോയി. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ കളിക്കണം. അപ്പൊ ആരൊക്കെ ഉണ്ട്? പക്രു ഉണ്ട്, ജോർജ് ചേട്ടനുണ്ട്, നാവർഷൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അന്ന് നമുക്ക് ഇതുപോലത്തെ ലൈറ്റ്സുകളൊന്നുമില്ല. ഹാലജൻ ഇങ്ങനെ വച്ച് അടിച്ചു വെച്ചേക്കുക. മലരമ്പൻ തഴുകുന്ന കിളിമകളെ പാവാട അഴിഞ്ഞു പോയി. ലൈറ്റ്സ് ഇടാത്തതുകൊണ്ട് എന്താന്ന് ഊഹിക്കാമല്ലോ. അപ്പൊ ഞാനിത് ശ്രദ്ധിക്കണില്ല. ഞാനപ്പം ഇങ്ങനെ വന്നിട്ട് ഇത് പെണ്ണുങ്ങളുടെ ഒരു മുള വെച്ച് ഇങ്ങനെ തിരിച്ചേക്കുക. ഇത് സ്ത്രീകള്, ഇത് പുരുഷന്മാര്. അപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ അവിടെ ഒന്ന് കളിച്ചോണ്ടിരിക്കുക. മലരമ്പൻ തഴുകുന്നു. അപ്പൊ ഇവിടുന്ന് ബാക്കിൽ നിന്ന് കുറെ ചിരി കേൾക്കാം. ജോർജ് ചേട്ടന്റെ ജോർജ് ചേട്ടന്റെ ചിരിയൊക്കെ അറിയാലോ. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ താഴത്തേക്ക് നോക്കണത്. ഞാൻ ഓടിക്കളഞ്ഞു ബാക്കിലേക്ക്. അങ്ങനെ അങ്ങ് പോയി പേടിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ 3 വർഷം അടുപ്പിച്ച് ഈ അമ്പലത്തിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടി.
അപ്പൊ നമ്മുടെ വണ്ടി വരുമ്പോ ഈ പിള്ളേര് അതേ ഷഡ്ഡിച്ചേട്ടൻ. അതാണ് എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം. അത് മാത്രമേ ഉള്ളൂ. എന്തിനാ അധികം? പോരെ, ധാരാളമില്ലേ? അതുപോലെ ഈ അന്ന് ഉണ്ണിച്ചേട്ടൻ ഒരു SI വരും. ഉണ്ണിച്ചേട്ടന്റെ പ്രധാനപ്പെട്ട ഐറ്റം ഒരു പോലീസ് സ്റ്റേഷന്റെ ഐറ്റം ഉണ്ട്. അത് പോലീസ് സ്റ്റേഷൻ വെർഷനായിട്ട് ഇറങ്ങും. ഈ കൊല്ലം ഒരു പോലീസ് സ്റ്റേഷൻ, അടുത്ത കൊല്ലം വേറെ പോലീസ് സ്റ്റേഷൻ, അതിനപ്പുറം വേറെ പോലീസ് സ്റ്റേഷൻ. ഈ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഇങ്ങനെ കുനിഞ്ഞു പിടിച്ച് ഒരു വടിയും പിടിച്ചിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു SI കഥാപാത്രം അന്ന് വളരെ പോപ്പുലറായിട്ട്, അതായത് വരുമ്പോൾ തന്നെ ചിരി കിട്ടിക്കൊണ്ടിരുന്ന SI കഥാപാത്രമുണ്ട്. പിന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ ഈ മലയാളത്തിൽ ഇതുവരെ ആരും ഫിഗർ ചെയ്തിട്ടില്ലാത്തൊരു നടന്റെ ഫിഗർ ചെയ്യുമായിരുന്നു, ബ്രൂസ്ലി. അതായത് ആ ബനിയൻ അങ്ങ് അടിച്ചു കളഞ്ഞിട്ട് ഒരു ടൈറ്റ് കറുത്ത ലൂസ് പാൻറ്റും ഇട്ടിട്ട് തണ്ണിമത്തങ്ങ തലേ വെച്ച പോലത്തെ ഒരു വിഗും വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു 2 സ്റ്റെപ്പ് ബ്രൂസിലെ കാണിക്കും. കറക്റ്റ് ബ്രൂസിലെയാണ് ഫിഗർ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലേ? ഈ ബ്രൂസ്ലിയുടെ ആശയം എവിടെ നിന്നാണ് ഉണ്ണിച്ചേട്ടാ കിട്ടിയത്? പ്രൊഡക്ഷൻ മിസ്റ്റേക്ക് ആയിരിക്കാം നമ്മുടെ ഫിഗറിന്റെ. ഉണ്ണിച്ചേട്ടാ എത്ര വർഷമായി? എങ്ങനെയായിരുന്നു മിമിക്രിയിലേക്കുള്ള തുടക്കം? ഞാൻ ഈ ബാലജനസഖ്യം വേദികളിലൂടെയാണ് മിമിക്രിയിലേക്ക് വന്നത്. അപ്പം അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നാടകം കളിക്കും, ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ മിമിക്രിയിലൂടെ വന്നിട്ട് എന്നെ മമ്മി സെഞ്ചുറി ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹമാണ് എന്നെ പ്രൊഫഷണലായിട്ട് കളിപ്പിക്കുന്നത് മിമിക്രി. കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന KS പ്രസാദേട്ടന്റെ ട്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വർഷം കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ആള് ഉണ്ണിച്ചേട്ടനാണ്, അല്ലേ? അതെ. അതിന് പ്രസാദേട്ടനും വളരെ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുകയും ഉണ്ണിച്ചേട്ടന്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അല്ല, അതില് പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ വേദിയിൽ വന്ന് നിൽക്കാനുള്ളൊരു കാരണവും കൂടി പുള്ളിയാ. കാരണം നമ്മളെ ആരെങ്കിലും കണ്ടാൽ ഒരാൾ കണ്ട തിരിച്ചറിയുന്നതിന്റെ ഒരു കാരണം പുള്ളി തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത്. അതെ. ഉണ്ണിച്ചേട്ടൻ മിമിക്രി അനുകരണമൊക്കെ ചെയ്യില്ലേ? ആണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചു ഉണ്ണിച്ചേട്ടൻ ആരുടെയെങ്കിലും ശബ്ദം അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷണൽ തുടങ്ങിയതിന് ശേഷം. ഇപ്പൊ അന്വേഷിക്കാമല്ലോ. അത് ചെയ്യാം. ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടൻ കോമഡി സ്കിറ്റുകളിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നതല്ലാതെ ഞാനുള്ള ഒരു സ്റ്റേജിലും ഉണ്ണിച്ചേട്ടൻ ആരുടെയെങ്കിലും ഒരു ശബ്ദം അന്വേഷിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എനിക്ക് വലിയ സർപ്രൈസ് ആണ് ഉണ്ണിച്ചേട്ടൻ ചെയ്യാന്ന് പറയുന്നത്. അത് പിഷാരടി പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ആ സമയത്തൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെയാണ് ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരുടെ ശബ്ദം, 2 പേരുടെ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും 2 എണ്ണം, അത് ഗംഭീരമാണ്. എന്നാ നമുക്ക് അന്തരിച്ചു പോയ മലയാളത്തിന്റെ കരുത്തനായ നടൻ മുരളിച്ചേട്ടന്റെ ശബ്ദം കേൾക്കാം. ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടികറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്. ഭരണം പോയാൽ പിന്നെ ഖദറിന് കഞ്ഞി പിഴിയാൻ പോലും ശക്തിയില്ലാത്ത എന്റെ പാർട്ടിയിലെ ചില എംബോക്കുകളുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടത്ര കാറും ബാറും പൂത്ത കാശും കൊടുത്ത് ഞാൻ തിരിച്ചെടുക്കും. മിസ്റ്റർ ദേവളിപ്പറമ്പൻ, അന്ന് നീ എവിടെ പോയി ഒളിച്ചാൽ നിന്നെ ഞാൻ തേടി കണ്ടുപിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. ഇനി വേറെ ആരെയാ ചെയ്യുന്നേ? ലാലു അലക്സിന്റെ ശബ്ദം. സൂസി, നീ എന്റെ അമ്മച്ചയെ തല്ലി അല്ലേടി? തിരിച്ചു തല്ലാൻ എനിക്കറിയാൻ മേല എന്നിട്ടല്ല, ഞങ്ങളുടെ സണ്ണിച്ചന്റെ ഭാര്യയായി പോയല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. സണ്ണിച്ചോ, അമ്മച്ചയെ വിളിക്കടാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. വാ അമ്മച്ചി. ടെലിവിഷൻ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന ഒരു സാധനമുണ്ട്. എന്താന്ന് പറയോ? റേഡിയോ. അപ്പൊ ഈ റേഡിയോയിൽ നമ്മൾ ഇഷ്ടംപോലെ പരിപാടികൾ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നുണ്ട് അല്ലേ? അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി രാമേന്ദ്രൻ സാറിൻ്റെ കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അത് ഇപ്പോഴത്തെ ജനറേഷന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, നമ്മൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം അതിങ്ങനെയാണ്: ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. കിഡ്നിയുടെ കഥ എന്തൊന്ന് കേൾക്കണ്ടേ? കഠിനമായ വയറുവേദന നിമിത്തം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കിഡ്നിക്കാണ് കംപ്ലൈൻറ്റ്, ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്ന്. രോഗിയുടെ കിഡ്നി മുറിച്ചെടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റിവെച്ചു. ഈ സമയത്താണ് അവിചാരിതമായി ഒരു പട്ടി കടന്നു വന്ന് ഈ കിഡ്നിയും കടിച്ചെടുത്തു കൊണ്ടുപോയത്. പരിഭ്രാന്തരായ ഡോക്ടർമാരും നഴ്സുമാരും ഓടിക്കൂടി പട്ടിയെ തല്ലിക്കൊന്ന് പട്ടിയുടെ കിഡ്നി എടുത്ത് രോഗിക്ക് ഫിറ്റ് ചെയ്തു.
ഓപ്പറേഷൻ ഭംഗിയായി കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ രോഗി തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ തെല്ല് ഭയത്തോടു കൂടി തന്നെ ചോദിച്ചു, എങ്ങനെയുണ്ട്? രോഗി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. വേലിക്കരികോ സർവേക്കല്ലോ കാണുമ്പോൾ ഒരു കാലം അറിയാതെ പൊങ്ങിപ്പോകുന്നു എന്ന്. നോക്കണേ കിഡ്നിയുടെ കഥ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് Thank ഉണ്ണി. you very much. പഴയ ഓർമ്മകളൊക്കെ നമ്മുടെ പങ്കുവെച്ച് വിശേഷങ്ങൾ അറിയാൻ സാധിച്ചു. ഒപ്പം പെർഫോമൻസ് നേരിട്ട് കണ്ട് ആസ്വദിക്കാനും കഴിഞ്ഞു. ഒരുപാട് നന്ദി, സന്തോഷം വളരെ അറിയിക്കുന്നു. സന്തോഷം. ഒപ്പം ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. ഇത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ഏട്ടനെയും അശോക് ഏട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടനുമായിട്ട് ഒരുപാട് വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സാറ്റലൈറ്റ് ചാനലുകൾ, ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ഇന്റർനെറ്റ് മാധ്യമങ്ങൾ, ഈ സാറ്റലൈറ്റ് ചാനലിന്റെയും ഇന്റർനെറ്റ് മാധ്യമങ്ങളുടെയും ഇടയിൽ ഹോം എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് VHS കാസറ്റുകളും കാസറ്റുകൾക്ക് തൊട്ടുപുറകെ കോമ്പാക്ട് ഡിസ്കുകളും CD-കളുമായി മാറി. ഈ CD-കളായിരുന്ന കാലഘട്ടത്തിൽ ഒരു CD-യുടെ കച്ചവടം നിയന്ത്രിക്കുന്നതിനകത്ത് വ്യക്തമായ മാർക്കറ്റുള്ള കലാകാരന്മാരിൽ മുൻപന്തിയിൽ നിന്ന ആൾക്കാരാണ് ഉണ്ണിച്ചേട്ടനൊക്കെ പടം ഉണ്ടെങ്കിൽ ആ CD കുറെ പേര് സ്വന്തമായിട്ട് മേടിക്കും. ഒരു കടയിൽ വെച്ചാൽ അത് ഒരുപാട് പേര് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയി കാണും. ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ മലയാളികൾ വെറുതെ കാണുക മാത്രമായിരുന്നില്ല, അതെല്ലാം കണ്ട് പഠിച്ച് മനഃപ്പാടമാക്കുകയായിരുന്നു. അത്രയധികം ഹാസ്യ സ്കിറ്റുകൾ, സിനിമകളിലെ വേഷങ്ങൾ, ഇതിലൂടെ എല്ലാം മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള കലാകാരനാണ് ശ്രീ ഉണ്ണി എസ് നായർ. അദ്ദേഹം ഒരുപാട് മലയാളികളെ പലതവണ ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം ചിരിപ്പിച്ച ആ എല്ലാ ചിരികൾക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ആദരവ്. വിസ്മയ, അർഷിത എന്നിങ്ങനെ 2 മിടുക്കി കുട്ടികളാണ് ഇന്ന് സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് ചെയ്തത്. ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്നറിയാം. 2 പേരെയും സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. വൺസ് അപ്പോൺ എ ടൈമിന്റെ ചില എപ്പിസോഡുകളിൽ മികച്ച 2 പ്രകടനങ്ങൾ വരും, ഇഞ്ചോടിഞ്ച് പോരാടും. അപ്പോഴൊക്കെ നമ്മൾ വലിയ കൺഫ്യൂഷൻ ആവും ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടതെന്നൊക്കെ. ഇന്ന് 2 പേരും കുട്ടികളാണ്. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. 2 പേരും മിടുക്കികളാണ്. 2 പെൺകുട്ടികൾ വളരെ ധൈര്യത്തോടു കൂടി വന്ന് അവരാൽ കഴിയും വിധം ഏറ്റവും മനോഹരമായി നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്തു. എപ്പോഴും ഈ എപ്പിസോഡുകളിൽ ഞാൻ പറയുന്നൊരു കാര്യം, കുട്ടികളുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ എപ്പിസോഡിൽ ഒരു ജയിച്ച ആളും ഒരു തോറ്റയാളും അല്ല. നമ്മുടെ ഒരു എപ്പിസോഡിലും അങ്ങനെയല്ല. എല്ലാ എപ്പിസോഡിലും 2 പേരും ജയിക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഈ ജയിച്ച ആളുകളിൽ ആരാണ് കുറച്ചും കൂടെ ഒരു എലിമീശ വണ്ണം എന്ന് പറയും. നമ്മൾ എലിയുടെ മീശയുടെ വണ്ണം കണ്ടിട്ടുണ്ടോ? എലിയുടെ മീശയുടെ വണ്ണം എത്ര ഉണ്ടാവും? എലിയുടെ മീശയുടെ വണ്ണം എത്ര ഉണ്ടാവും പറ. എലിയുടെ മീശയുടെ വണ്ണം അല്ല, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഞാൻ ആ ഉദാഹരണം ഇവിടെ പറയാൻ പാടില്ലായിരുന്നു. അത് പോട്ടെ. അപ്പൊ ഇവരുടെയൊക്കെ വിജയപരാജയങ്ങളുടെ അളവ് എലിമീശ വണ്ണത്തിലുള്ള വ്യത്യാസത്തിലാണ്. അപ്പൊ 2 മിടുക്കി കുട്ടികൾ പെർഫോം ചെയ്തതിൽ ഒരു താരി നമുക്ക് സമ്മാനം കൊടുക്കാം. എന്ന് വെച്ചാൽ ബെസ്റ്റ് പെർഫോമർ ആക്കാൻ തോന്നുന്നത് അർഷിതയാണ്. ടൈം വേർഷൻ 2.0 മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിലൂടെ. Until then, bye bye.